ഹായ് ഫ്രണ്ട്സ്, അത് നമ്മുടെ നെയ്ബേഴ്സ് നമ്മുടെ ടെറസിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഓരോ ചെടികൾ, എൻ്റെ ടെറസിലെ ചെടികൾ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? മുസംബി. മുസംബി, അതായത് ഈ മുസംബിയുടെ പേര് മൾട്ട മുസംബി എന്നാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഏതാ അറിയണ്ട, ഇങ്ങോട്ട് പോവാ. ഇതെന്താണെന്നറിയാവോ? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? നെല്ലി ആണ്, റെഡ് നെല്ലി എന്ന് തന്നെ പറയുന്നത്. അതായത് ഒരു നമ്മുടെ സാധാരണ നെല്ലിക്ക പച്ച കളറായിരിക്കുമല്ലോ, ഇത് റെഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? മുന്തിരിപ്പേരാന്ന് നേരെ പറയണം. കറക്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ പിന്നെ പ്ലാവ്, മറ്റേ വിയറ്റ്നാം മേർലിയാണ്. അപ്പോൾ അതവര് അവർക്ക് അറിയാവുന്നതൊക്കെ പറയാനുണ്ട്. ഇതിന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ഇത് അല്ല, ഇത് നമ്മുടെ ജബോട്ടിക്കാവെന്ന് പറയും. മരമുന്തിരി, മരത്തിലുണ്ടാകുന്ന മുന്തിരിയാണ്. ഇവിടെയൊക്കെ മുന്തിരി ഉണ്ടാവും. മരത്തിലായിരിക്കും, മറ്റേ മുന്തിരി പോലെ മരത്തിലാണ് ഉണ്ടാകുന്നത്. അതിനാണ് മരമുന്തിരി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഞാവലാണ്. പിന്നെ ഈ മാവിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? എനിക്കും കറക്റ്റ് അറിയാൻ പാടില്ല. ഇത് നീലൻ മാവാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാമോ? നീലനാണോ? അല്ല, അറിയില്ല അല്ലേ? അവന്റെ മാങ്ങ ഒരുപാട് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് മാങ്ങ പോകുമ്പോ കുറച്ച് പറിച്ചു കൊടുക്കണം. നല്ല കൂട്ടത്തിലിടാൻ പറ്റുന്ന നല്ല മാങ്ങയാണ്. പിന്നെ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗനാണിത്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇത് മൾബറി. മൾബറി. കുറച്ച് ഉറക്കെ പറഞ്ഞു കേട്ടോ. മൾബറി. ഓക്കെ. ഇത് പിന്നെ കടലാസ് ചെടിയാണെന്ന് അറിയാലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്താണെന്ന്? അടിയനിയ. ഓക്കെ. അടിയനത്തിന്റെ എന്തെന്നത്? അടിയനത്തിന്റെ വിത്താണ്. അതൊക്കെ അവർക്ക് അറിയാം. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബുഷ് ഓറഞ്ച്. ഓക്കെ. അപ്പൊ അവരൊക്കെ ഒരു മിക്ക സാധനങ്ങളും അറിയാം. ഇതിന്റെ പേരാ? ഇത് നോനി എന്ന് പറയണം. നോനി ഫ്രൂട്ടാണ്. ഇതായി കിടക്കണ കാണാം. ഇത് നോനി ഫ്രൂട്ടാണ്. ഇത് ബറാബയാണ്. ബറാബ. പിന്നെ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. ആപ്പിൾ ചാമ്പ. ഓക്കെ. ആപ്പിൾ ചാമ്പ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് വലുതായി കഴിയുമ്പോൾ നല്ല റെഡ് കളറിലേക്ക് വരും. അപ്പോ ഇതടുത്ത തൊട്ടടുത്ത അമ്പഴം. അമ്പഴങ്ങ, സീറ്റമ്പഴം എന്ന് പറയും. അതായത് മധുരമുള്ള അമ്പഴങ്ങയാണത്. പിന്നെ അതിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. മാതളം. അനാർന്ന് പറയും. പിന്നെ പ്രോമഗ്നേറ്റ് എന്നും പറയും. ഇതാ മാതളം ഒരുപാട് ഉണ്ടായി കിടക്കണ്ട കേട്ടോ. ഇതൊക്കെ മാതളമാണ്. ഒക്കെ എല്ലാത്തിലും മാതളം ഉണ്ടായി കിടക്കുന്നുണ്ട്. മാതളവും. ഇത് ഓറഞ്ച്. ഓക്കെ. ഓറഞ്ച് ഉണ്ടായി കിടക്കണ്ട. ഉണ്ടായി വലുതായി വരുന്നേ ഉള്ളൂ. ഓറഞ്ചാവും. അപ്പൊ ഇത്രയും നിങ്ങള് പരിചയപ്പെട്ടു. ഇതെന്താണെന്ന് അറിയോ? മാവ്. ഇത് ബുഷ് ഓറഞ്ചിന്റെ തന്നെ വേറൊരു ടൈപ്പാണ്. മുള്ളുള്ള ടൈപ്പാണ്. മറ്റേ ബുഷ് ഓറഞ്ചിന് മുള്ളില്ല. അടുത്തത് ഇതൊരു പേരാണ്. ഇതിന്റെ പേര് ഞാനും മറന്നു കേട്ടോ. ഇവർക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ എഴുതി വെച്ചിട്ടില്ല. പേര് ചില സമയത്ത് മറന്നു പോകണതാണ്. ഇത് നിങ്ങൾക്ക് അറിയാവോ? ഓറഞ്ച് അല്ല, അത് ലെമണാണ്. ലെമൺ, ചെറുനാരങ്ങ. ഇത് അറിയാലോ അല്ലേ? ബുഷ് ഓറഞ്ച്. ബ്രഷ് അല്ല, ബുഷ് ഓറഞ്ച്. അപ്പൊ ഇത് എന്താ, വെളിഞ്ഞില്ലാത്ത പ്ലാവാണ്. ഇത് നമ്മുടെ ബേറാപ്പിളാണ്. അങ്ങനെ ഇതിന്റെ പേരറിയോ? വയലറ്റ് പേരക്കാണ്. ഇതിൽ പേരക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതാ ചാമ്പയാണ്. ചാമ്പ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാമ്പയാണ് കേട്ടോ. ഇതിന്റെ പേരറിയോ? കരിവേപ്പില. അത് നിങ്ങൾ വീട്ടിൽ താഴത്താണേലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇതാണ്. കീടനാശിനി വിഷമൊന്നും അടിക്കാതെ നമുക്ക് മുളക്, അതുപോലെ തന്നെ വേപ്പിലൊക്കെ കറക്കി നമുക്ക് നിത്യോപയോഗത്തിന്
ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത് മുളക് ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ വേറെന്തെന്ന് അറിയണ്ടത്? ഇത് മിറാക്കിൾ ഫ്രൂട്ട്. നേരത്തെ വീഡിയോയില് വിട്ടുപോയത് ഇത് ലോങ്ങൻ പർപ്പിൾ കളറാണ്. എന്താണ് ലോങ്ങൻ പർപ്പിളാണ്. അപ്പൊ ഇതിന്റെ പേര് പറയാമോ? റംബൂട്ടാൻ. ഓക്കെ. ഇത് നമ്മുടെ ഒരു മുസമ്പിയാണ്. നേരത്തെ ഒരു മുസമ്പി കാണിച്ചായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഇത് ഇസ്രായേൽ ഓറഞ്ച്. ഇത് ധാരാളം ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. മിക്സിയിലടിച്ച് മറ്റേ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കാൻ പറ്റും? പുതിയന അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ടെറസിലെ എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് നല്ല ഭംഗിയായിട്ടെന്ന് പറയണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ, പിന്നെ വെറൈറ്റി കാണാത്തൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഒരു അത്ഭുതമായി കയറിയപ്പോ കണ്ടപ്പോഴേക്ക് ഇത്ര വെറൈറ്റി ആയിട്ട്. അപ്പൊ ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇതാണ് അല്ലേ? ബുഷ് ഓറഞ്ചും മുസമ്പിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് ബുഷ് ഓറഞ്ച് ഇവര് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പച്ചന കഴിക്കാന്ന് പറയണം അല്ലേ? ഉള്ളിലെ ഓറഞ്ച് നല്ല പുളിയുള്ള ഓറഞ്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം ബുഷ് ഓറഞ്ച്. അപ്പൊ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് വേണമെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ പറിച്ചു തരാം കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ.